Okay, welcome children. This is 9th standard Elementary, Chapter 1, Uses of Coordinate Geometry, and end of exercise, 6th question I'm explaining. Right? So, this is 6th question. Are the points M minus 3, minus 4, A 0, 0, and G 6, 8 on the same straight line? Suggest a method to check this without plotting and joining the points. അപ്പോൾ ഇതിൽ എന്താണ് 6th question എന്താ ചോദിച്ചിരിക്കുന്നത്? Are the points M minus 3, minus 4, 0, 0? ഇതിലൊരു ഈ 3 പോയിന്റ്സ്, what are the points? Solution. We'll write the solution here. Solution. ഈ 3 പോയിന്റ്സും, what are the points here? M minus 3, minus 4, A 0, 0, and G 6, 8. Okay, ഇത് സെയിം സ്ട്രേറ്റ് ലൈനിലാണോ? ഈ പോയിന്റ്സ് എല്ലാം ലൈ ചെയ്യുന്ന സെയിം സ്ട്രേറ്റ് ലൈനിലാണോ നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കൊന്ന് വെറുതെ വരച്ച് നോക്കാം. ഇത് സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് യെസ് എന്ന് പറയാം. അപ്പൊ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാവും. ഈ 3 പോയിന്റ്സും നമ്മൾ ഒരു സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും. ഇത് ചെക്ക് ചെയ്യണം നമുക്ക് സ്ട്രേറ്റ് ലൈൻ. അപ്പൊ സ്ട്രേറ്റ് ലൈൻ അല്ല അത്, നമുക്ക് അറിയില്ല, അത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ എം എന്നുള്ളൊരു പോയിന്റ് ഇതാണ്, എ ഇതാണ്, ആൻഡ് ജി ഇതാണ്. റൈറ്റ്, എം എന്നുള്ള പോയിന്റ് എത്രയാണ്? മൈനസ് 3, മൈനസ് 4 ആണ്. എ എന്നുള്ളത് 0, 0 ആണ്. ജി 6, 8. ഈ 3 പോയിന്റ്സും സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ടാവും, ഇതിൽ 3 പോയിന്റ്സ് ഉണ്ടാവും, എം എ ജി ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് പറയാറായിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിന് നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, കൊളീനിയർ കണ്ടീഷൻ എന്ന് പറയും. കൊളീനിയാരിറ്റി. എന്താ ഈ കൊളീനിയർ കണ്ടീഷൻ? Collinear means if three or more points are collinear. Collinear. If 3 or more points are collinear. Collinear. When we can say that 3 or more points are collinear. If 3 or more points are collinear, 3 or more points lie on the same circle. Lie on the same circle, not circle, same straight line, lie on the same straight line, they are said to be collinear. They are said to be collinear. Okay, if 3 or more points lie on the same straight line, they are said to be collinear. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈനിൽ കണ്ടു. അപ്പോൾ 3 പോയിന്റ്സ് നമുക്ക് തന്നിരിക്കും. 3 or more പോയിന്റ്സിൽ ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞാണ്, ഇതാണ് കൊളീനിയറിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ചിലപ്പോൾ 4 പോയിന്റ്സ് ആവാം, 5 പോയിന്റ്സ് ആവാം. പക്ഷേ 2 പോയിന്റ്സ് ആയി അതറിയാലോ, അതൊരു 2 പോയിന്റ്സ് ആയ സ്ട്രേറ്റ് ലൈൻ നമുക്ക് എന്തായാലും ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ അല്ലെ നമുക്ക് 2 പോയിന്റ്സ് ജോയിൻ ചെയ്യണം. അതറിയാലോ, അതല്ല ഉദ്ദേശിക്കുന്നത്. 3 or more points ലൈ ഓൺ ദ സെയിം സ്ട്രേറ്റ് ലൈൻ. അപ്പം ഇതിന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ എം എ എന്നുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എം എ, വാട്ട് ഈസ് എം എ? ദെൻ എ ജി, then MA plus AG must be MG. Okay, MA എന്നുള്ള ഡിസ്റ്റൻസ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, then AG എന്നുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, then ഇത് രണ്ടും കൂടി, ഈ 2 ഡിസ്റ്റൻസ് കൂടി ആഡ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് MG കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും, ഇതിപ്പോ നമ്മൾ വരച്ച് കറക്റ്റ് ആവണമെന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും 2 സൈഡ് ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡ് കിട്ടുന്നുണ്ടെങ്കിൽ they are collinear. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. M is minus 3, അപ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് MA. MA, what will be MA? MA will be ഒന്ന് 0, 0 ആണ്, ഒന്ന് മൈനസ് 3, മൈനസ് 4 ആണ്. അപ്പോൾ ഒരു കോർഡിനേറ്റിൽ ഒറിജിനും ഇനി അതർ പോയിന്റ്, ഇപ്പൊ മൈനസ് 3, മൈനസ് 4 എന്ന് പറഞ്ഞാൽ ഈ തേർഡിലാണ് വരുന്നത് അല്ലെ, തേർഡ് ക്വാഡ്രന്റിലാണ് വരുന്നത് മൈനസ് 3, മൈനസ് 4. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഇത് എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. അപ്പൊ എ ആണ്, ഇത് എം ആണ്. എ എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് റൂട്ട് ഓഫ് മൈനസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഇത് ഒറിജിൻ അല്ലേ? എപ്പോഴും ഒറിജിന് ഏതൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4 വൈ സ്ക്വയർ. ഓക്കെ, സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒറിജിൻ ആൻഡ്, ശരിക്കും ഇത് എന്താണിത്? എം എ ഇസ് distance between origin and മൈനസ് 3, മൈനസ് 4. ഇതിന്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ റൂട്ട് ഓഫ് x2 മൈനസ് x1, നമ്മളെ ഫോർമുല ഇതാണല്ലോ, ഡിസ്റ്റൻസ് ഫോർമുല. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. റൈറ്റ്, ഈ ഡിസ്റ്റൻസ് ഫോർമുലയിൽ എന്തായിരിക്കും? x1 y1 0 0 ആവും. അപ്പൊ എന്ത് ചെയ്യും? x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ ഒരു കോർഡിനേറ്റ് എടുക്കണം, x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഓൾവേസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒറിജിൻ ആൻഡ് എനി പോയിന്റ്, എനി ഓർഡർഡ് പെയർ, എനി പോയിന്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്ലെയിൻ വിൽ ബി റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 3 square plus 4 square, that is root 9 plus 16 is root 25. Root 25 is 5 units. ഇത് 5, root 25 is 5 units. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വന്നു? 5 units വന്നു.
എം എ എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് വന്നു. ഓക്കെ, എം എ. ഇനി ഇതേമാതിരി നമ്മൾ എ ജി എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒറിജിൻ ആൻഡ് 6,8 എ ജി. എ ജി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ്, അല്ലെ, ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒറിജിനിലൂടെ ആയിരിക്കാം ഇത് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒറിജിൻ വരാൻ കാരണം. അപ്പൊ ഇങ്ങനെ ആയിരിക്കും സ്ട്രേറ്റ് ലൈൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് 6, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് ജി എന്താ ഇവിടെ? ജി ഈസ് 6,8. 6,8 ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x² പ്ലസ് y². ഞാൻ ഈ ഒറിജിൻ എടുക്കാൻ കാരണം നമ്മളെ ഫോർമുല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ a 0,0 എന്നാണ് തന്നിരിക്കുന്നത്. ഒറിജിൻ അവർ മെൻഷൻ ചെയ്തില്ല. പക്ഷെ 0,0 ഇസ് ഓൾവേസ് ഒറിജിൻ. അറിയാലോ, ഓൾവേസ് ഒറിജിൻ. അപ്പോൾ ഒറിജിൻ 6,8 ഫോർമുല ഉണ്ട്. ദറ്റ് ഈസ് റൂട്ട് ഓഫ് x² പ്ലസ് y². അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 6² പ്ലസ് 8² ഈസ് root of 36 plus 64 is root 100. You're right, root 100 is equal to 10 units. Is 10 units. Okay, അപ്പോൾ നമുക്ക് ഇതും കൂടി മാർക്ക് ചെയ്യാം. ഇത് 5 യൂണിറ്റ്സ് ആണ്, ഇത് 10 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇത് 10 യൂണിറ്റ്സ് ആണ്. ഇനി നമുക്ക് വാട്ട് ഇസ് എം ജി, ഇതിൽ നമുക്ക് എന്താണ് എം ജി എന്നും കൂടി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എം ജി എന്നിട്ട് ഇത് ആഡ് ചെയ്ത് നോക്കാം. എം ജി. അപ്പോൾ എം ജി ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ വാട്ട് ഇസ് എം ജി? mg is equal to distance between എന്തെല്ലാണ് mg യിലെ വരുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -3, -4 ആൻഡ് 6,8 അല്ലെ? ഇതും -3, -4ഉം 6,8ഉം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -3, -4 ആൻഡ് 6,8. ഇതാണ് ഒറിജിൻ, ഇതാണ് നോട്ട് ഒറിജിൻ, ഇതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഇതിന്റെ ഈ എം ജിയും കൂടി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ എം ജിന്റെ ഫോർമുല എന്താണ്? എം ജി ഈക്വലിന്റെ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. 0,0 ഇല്ല, എക്സ് ആക്സിസ് ഡിഫറെന്റ്, എക്സ് കോർഡിനേറ്റ് ഡിഫറെന്റ് ആണ്, വൈ കോർഡിനേറ്റ് ഡിഫറെന്റ് ആണ്, എവറിത്തിങ്. അപ്പൊ ഇത് x1 y1 x2 y2. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫോർമുല എന്താണ്? നമുക്ക് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇതാണ് ഇതിന്റെ ഫോർമുല. y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇത് x2 എന്താ? 6 ആണ്. 6 മൈനസ് x1 എന്താണ്? -3 ആണ്. 6 മൈനസ് -3 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്താണ്? 8 ആണ്. 8 മൈനസ് -4 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 8 പ്ലസ് 4 ഹോൾ സ്ക്വയർ. മൈനസിന്റെ മൈനസ് പ്ലസ്, മൈനസിന്റെ മൈനസ് പ്ലസ്. സ്ക്വയർ റൂട്ട് ഓഫ് 9 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. What is 9 square plus 12 square? Square root of 81 plus 144. 81 plus 144. 144 plus 81. 225, right? So square root of 225. Square root of 225 is, it is 15 units. 15 units, right? It is 15 units ആണ്. ഇനി നമ്മൾക്ക് എന്താ ഉള്ളത് ഇവിടെ? എം എ 5 യൂണിറ്റ്സ് ഉണ്ട്, എ ജി 10 യൂണിറ്റ്സ് ഉണ്ട് അല്ലെ? എം എ is equal to 5 units. AG is equal to 10 units. 10 units. Then last one, നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? MG. MG is equal to 15 units. Right? 15 units. ഇനി ഞാൻ MAയും MGയും. അപ്പൊ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഇതൊരു കൊളീനിയർ ആണെങ്കിൽ, കൊളീനിയർ മീൻസ് 3 points lies on the same lies on the same straight line ആണെങ്കിൽ ഇതും ഈ രണ്ട് ഡിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടണം അല്ലെ? അപ്പൊ നമ്മൾ എം എയും എ ജിയും, മനസ്സിലായോ? എം എ നമുക്ക് 5 കിട്ടി, എ ജി നമുക്ക് 10 കിട്ടി, റൈറ്റ്? എം എന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് 5 യൂണിറ്റ്സ് കിട്ടി, എന്ന് ജിയിലേക്കുള്ള യൂണിറ്റ്സ് നമുക്ക് 10 യൂണിറ്റ്സ് കിട്ടി. അപ്പൊ എം ജി എത്രയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 10 + 5 15 എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് എം എ പ്ലസ് എ ജി ഈസ് ഈക്വൽ ടു 5 + 10 ഈസ് ഈക്വൽ ടു 15 യൂണിറ്റ്സ്. 15 units. Okay, that is MA plus AG is equal to MG. Hence, 3 points are collinear. 3 points are collinear. That means 3 points are collinear means all 3 points lie on the same circle. That means this one we can say that it is on the same straight line. M -3, -4, A 0,0 and 6,8 lie on the same straight line. Therefore, 3 points lies on the straight line, on the same straight line. Okay, same straight line over. 3 points lies on the same straight line, right? So it's over.